ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഒരു വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഫുള്ള്. സോ ഒന്ന് രാവിലെ എണീറ്റിട്ട് സൂസിക്ക് ഇപ്പോൾ ഫുഡ് കൊടുക്കുകയാണ്. ബ്രെഡും ഓംലെറ്റുമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവളെ തീറ്റിക്കുന്ന സീൻസാണ് ഇപ്പോൾ കാണുന്നത്. അത് കുറച്ച് ടൈം എടുക്കും, ഒരു മണിക്കൂറോളം വേണ്ടി വരും കഴിക്കാൻ. അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവുമാണ്. അപ്പം ഞാനത് നല്ല ചൂട് വെള്ളത്തിൻ്റെ കൂടെ ആസ്വദിച്ച് പുട്ടും പപ്പടവും കഴിക്കുകയാണ് ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ല. നമ്മൾ നേരെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ചെറിയ സ്കിൻ കെയറിങ് ആണ്. ജസ്റ്റ് SPF സൺസ്ക്രീൻ മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. അപ്പം ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് കുളിക്കുമ്പം ഫുൾ കംപ്ലീറ്റ് സ്കിൻ കെയർ ചെയ്യാമല്ലോ. അത് കഴിഞ്ഞ് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഒരു ചെറിയ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഒരു പഴയ സീരീസാണ്, പക്ഷെ ഞാനതിപ്പോഴാണ് കാണുന്നത്. അപ്പം അത് കുറച്ച് കാണുമായിരുന്നു. അതിനിടയ്ക്ക് സൂസി സൈഡിൽ കളിക്കുന്നുമുണ്ട്. പുറത്തേക്ക് നോക്കി നിൽക്കുക. അങ്ങനെ മീൻ വറുക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ റൂം നല്ല അവസ്ഥയിലായിരുന്നു ഗൈസ്. ഞാൻ ചെന്ന് നോക്കിയപ്പം നല്ലപോലെ പൊടിയുണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പം നന്നായിട്ട് ഒന്ന് തുടച്ച് പൊടിയെല്ലാം ഡസ്റ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് അതിന് ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നത് ചെയ്തേക്കാം. സോ നമ്മൾ ആദ്യം ജനവാതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇത് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് നേരം ഉണ്ടാവും അറിയാം, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ പൊടി പിടിച്ച പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അതിന് മുന്നേ കുളിച്ചാൽ വീണ്ടും കുളിക്കേണ്ട അവസ്ഥ വരും, കാരണം നല്ല പൊടിയാണ് ഗൈസ്. ഡസ്റ്റിൻ്റെ അലർജീൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ലാസ്റ്റ് അതിൻ്റെ ഇടയ്ക്ക് എവിടേക്കോ മാസ്കൊക്കെ വെച്ച് മറന്നു ചൂടെടുത്തിട്ട്.
പണ്ട് കൊറോണേൻ്റെ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിൽ ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തിയിരുന്നപ്പോൾ വരച്ച് ഉണ്ടാക്കിയ കുറേ ക്യാൻവാസാണ് ഗൈസ് ഇത്. അന്ന് കുറേ 2-3-4-5 ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. അത് ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്ന് പിന്നെ വേറൊരു പണിയില്ലാത്തതുകൊണ്ട് ഇതായിരുന്നു മെയിൻ പണി, വര. ഒരു 2-3 സ്കെച്ച് ബുക്കൊക്കെ നിറച്ചും വരയോട് വരയായിരുന്നു. കൊറോണേൻ്റെ ടൈമിൽ മെയിൻ പണി എന്തായിരുന്നു? ഒന്ന് വരയും പിന്നെ ഒന്ന് ഫുഡ് ഉണ്ടാക്കലും. അതൊക്കെയായിരുന്നു എൻ്റെ വിനോദം. ഈ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുക. അതിൻ്റെ പ്രോസസ്സ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുടങ്ങും. മിഡിൽ വെച്ചിട്ട് എനിക്കൊന്ന് മടുക്കാൻ തുടങ്ങും. പക്ഷേ ഫൈനലിലോട്ട് എത്തുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ആവേശമാവും. ഞാൻ ആവേശ് കുമാരിയാവും. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ 2 വിൻഡോസും ഡസ്റ്റ് ചെയ്തതിന് ശേഷം മെയിൻ ഏരിയയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ല പണിയാണ്. ആ കബേർഡും എല്ലാം ഒക്കെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ ഉള്ളത്തെ പൊടിയെല്ലാം മാറ്റണം. ഇതിപ്പം ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇതേ പൊടി വീണ്ടും വരും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാനന്ന് കൊറോണയ്ക്ക് വരച്ചു കൂട്ടിയ എൻ്റെ കുറച്ച് കലാസൃഷ്ടികൾ അതിലൊന്നാണ് ഇത്. പക്ഷേ എനിക്കിതുവരെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പ്രശ്നം പറ്റിയത് ഗോപികേൻ്റെ കൃഷ്ണൻ കൃഷ്ണനും ഗോപികമാരും ഇങ്ങനെ കുളത്തിൽ നീരാടുന്ന ഒരു സീനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിൽ ആ ഗോപികേൻ്റെ കൈ ശരിയായില്ല. പിന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. പിന്നെ ഞാൻ ആ പരിപാടിയെ നിർത്തി. എനിക്ക് വേറെയുള്ള ശീലമാണ് ഈ തീർന്ന ബോട്ടിൽസ് എല്ലാം ഇല്ലേ, സ്കിൻ കെയറിൻ്റെ എല്ലാം ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് ആ ബോട്ടിൽസൊക്കെയാണ് ഇത്രയും ഞാൻ എൻ്റെ മുഖത്ത് പരീക്ഷിച്ചിരുന്നു. ഞാൻ സിമ്പിളായിട്ട് തുടങ്ങി എൻ്റെ സ്കിൻ കെയർ ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആ സ്റ്റെപ്സ് കൂട്ടിയപ്പോൾ അതിനനുസരിച്ച് എൻ്റെ സ്കിന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ആ പരിപാടിയെ നിർത്തി. ഇപ്പോൾ ചെറിയൊരു സ്റ്റെപ്സേ ഉള്ളൂ, ആകെ 2-3 സ്റ്റെപ്സ്. വേണമെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തിരിക്കും. സോ ഇപ്പം ഞാൻ ചെറിയ സ്റ്റെപ്സ്, ഒരു 3-4 സ്റ്റെപ്സേ ഉള്ളൂ. അതിന് മുന്നേ ഞാൻ 5-6-7 സ്റ്റെപ്സൊക്കെ ഉള്ള സ്കിൻ കെയർ ചെയ്തിരുന്നു. അങ്ങനെ നമ്മളെ ഡ്രസ്സിങ് ടേബിൾ സെറ്റായിരിക്കുകയാണ് ഗൈസ്. ഇനി ഈ വേസ്റ്റ് എല്ലാം ഞാനൊരു കവറിലോട്ടാക്കിയിട്ട് താഴെ പോയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം.
വേർതിരിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ കാണിക്കുന്ന മൊത്തം എൻ്റെ സ്വന്തം മകളുടെ സൃഷ്ടിയാണ് ഗൈസ്. പ്ലാനറിലിരുന്ന് കുത്തി വരയ്ക്കലാണ് അവളുടെ പരിപാടി. അങ്ങനെ നീണ്ട 2 മണിക്കൂറിൻ്റെ പ്രയത്നത്തിൻ്റെ ഒടുവിൽ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന മുറി ദേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഹായ്, കാണാൻ തന്നെ എന്തൊരു സുഖം. പക്ഷെ ഇതൊരു 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പൊടി നിറയും. എന്താണെന്നറിയില്ല. ബെഡ് കാണുമ്പം തന്നെ കിടക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നോ, കിടക്കാനായിട്ടില്ല. നമുക്ക് മെയിൻ പരിപാടി നമ്മൾ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വരാം. എന്തൊരു സുഖം. അങ്ങനെ നമ്മൾ രാവിലത്തെ സ്കിൻ കെയറിങ് പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഞാനൊരു മോയ്സ്ചറൈസറും ഒരു സെറും, വൈറ്റമിൻ സി സെറും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് മുഖത്ത് തേക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേലെ സൺസ്ക്രീനും ഇടും. ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്നത് ടോണിങ്, എസെൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രീറ്റിനായിട്ട് നമ്മൾ സെറം, അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, അങ്ങനെ ഒരു 5-6-7 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. സ്കിൻ കെയർ ആയിരുന്നു. അതെല്ലാം ഞാനിപ്പോൾ വെട്ടിക്കുറച്ചു. കാരണം എൻ്റെ സ്കിന്നിന് അത്രയും ആവശ്യമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിൻ്റെ ഭാഗമായി ഞാൻ എനിക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുത്തു. ഈ മന്തീൻ്റെ മന്ദതയിൽ ഞാൻ ആ മന്ദപ്പ് കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് നേരം പുറത്തിരിക്കാമെന്ന് വിചാരിച്ച് പുറത്ത് വന്നിരുന്നു. അപ്പോൾ കുറേ കിളികളൊക്കെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഗാർഡനിലാണെങ്കിൽ ഫുള്ള് പൂക്കൾ പൂവിട്ടിക്കുക. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിന്ന് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. നിങ്ങൾക്ക് എൻ്റെ ഈ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.